ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്നാണ് ഇതിനൊരു അവസരം കിട്ടിയത്. കുഞ്ഞീതാണ് കേട്ടോ ഞാൻ മേടിച്ചത്. പക്ഷേ കുഞ്ഞീത് മേടിക്കുമ്പോൾ വില കുറവാണെങ്കിലും പക്ഷെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എൻ്റെ രണ്ടെണ്ണങ്ങളും വന്നിങ്ങനെ ഇരിക്കും കേട്ടോ. ഞാൻ ഈ വേഗത്തിൽ വീഡിയോ ഇട്ടിരിക്കുന്നുണ്ടാണ് ഇത് വേഗം തീർന്നു പോയത്. ഒരു 1.5 മണിക്കൂറുള്ള പണിയായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇവിടേക്ക് വലിക്കുമ്പോൾ പിള്ളേർ അങ്ങോട്ട് വലിക്കും ഇങ്ങോട്ട് വലിക്കും എല്ലാം കൂടെ. എല്ലാം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അത് ഈ ഒരു ട്രീക്ക് 35 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എൻ്റെ ഒരു എന്താണ് ആഗ്രഹം സഫലമാവുകയും ചെയ്യും. എനിക്കൊരു മനസ്സുഖവും കിട്ടും, അതേപോലെ തന്നെ അധികം ചിലവുമായില്ല. അങ്ങനത്തെ ഒരു സുഖവും കൂടി ഉണ്ട് കേട്ടോ ഇത് ഇക്കാര്യത്തിൽ. വലിയ വലിയ ട്രീകളൊക്കെ ചോദിക്കുമ്പോൾ 350-500 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമുക്ക് ഇത്രയും മതി. നമ്മൾ സുക്രുവിനെയും തുമ്പിനെയും കുറച്ചു നേരം സൂചിച്ചാണ് ഉള്ളിലോട്ട് കൊണ്ടുപോയി നോക്കിയിട്ട് അതിനുശേഷം സുക്രു അവിടെ കിടന്ന് വെളിച്ചപ്പാട് തുള്ളിയപ്പോൾ ഇവിടെ തന്നെ കൊണ്ടുവന്നു. തുമ്പിനെ സുധിച്ചേട്ടനെ എടുത്തിട്ടുണ്ട് കേട്ടോ. തുമ്പിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കൂല. അപ്പോൾ അതേ ക്രിസ്മസ് തൊപ്പിയൊക്കെ ഞാൻ മേടിച്ചതാണ്. ഞാൻ വലുതാണെന്ന് കരുതി മേടിച്ചാണ്. പക്ഷെ 2 പേർക്കും കുറച്ച് ഫിറ്റ് ആയിരുന്നു കേട്ടോ. LED ബൾബ് ബാറ്ററിയുടെ ഉണ്ടോ, വളരെ കുഞ്ഞീതാണ് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ബലൂണും മുഴുവനൊന്നും ഞാൻ വീർപ്പിച്ചില്ല, കാരണം എനിക്ക് എത്ര ബുദ്ധിയിട്ട് അത് വീർക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഒരു 3 സുധിച്ചേട്ടൻ വീർപ്പിച്ചു തന്നു. പിന്നെ അതേ നോക്കി ആ ബലൂണൊക്കെ സുക്രു കത്രികയും കൊണ്ട് വെട്ടണത് കണ്ടില്ലേ. കത്രിക എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കൂല. പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കത്രിക എടുക്കുന്നത്. അങ്ങനെ എൻ്റെ ഒരു കണക്കിന് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ആഘോഷം എന്ന് പറയാനുള്ളത്. കുഞ്ഞിതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ അതിങ്ങനെ തോരണങ്ങളും കാര്യങ്ങളൊക്കെ ഒരെണ്ണമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോൺ സ്റ്റാൻഡിൽ നിന്ന് വീണിട്ട് ആകെ പൊട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുള്ളൂ. പിന്നെ അത് ആകെ കൂടെ ഫ്ലോപ്പായെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഫൈനൽ ലുക്ക് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ തോന്നിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതേ നമ്മുടെ ക്രിസ്മസ് അപ്പം കിടന്ന് തൂങ്ങുന്നത് കണ്ടില്ല. അപ്പോൾ അത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ.